السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട ഗ്രൂപ്പിലെ മഹിബീങ്ങളെ, നമ്മുടെ 10 കിതാബ് അല്പം ഓതുകയാണ് ഇൻഷാ അല്ലാഹ്. ഫസ്ലുൻ ഫി സ്വലാത്തിൽ ജമാഅത്ത്, ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ച് പറയുന്ന പാഠം. വഹിയ ജമാഅത്ത് നിസ്കാരം ഫിൽ ഫറായിലി, ഫർള് നിസ്കാരങ്ങളിൽ സുന്നത്തും മുഅക്കദ, ശക്തമായ സുന്നത്താണ്. തഫ്ളുലു, ജമാഅത്ത് നിസ്കാരം ശ്രേഷ്ഠതയുള്ളതാകും. അലാ സലാത്തിൽ ഫർദി, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ബിസബയും വൈശ്രീന ദറജ, 27 പദവി ശ്രേഷ്ഠത കൂടുതൽ കിട്ടും. അപ്പം ഇനി അവിടെ നോക്കേണ്ട ഓരോ കാര്യങ്ങൾ. മിൻ ശുറൂത്തിൽ ഇഖ്തിദായി, തുടർച്ചയുടെ നിബന്ധനകളിൽപ്പെട്ടതാണ്. തുടരൽ സ്വഹിയാവണമെങ്കിൽ എന്തു വേണം? യൻവിയൽ മഅ്മൂമു അൽ ഇഖ്തിദാ ബിൽ ഇമാമി, മഅ്മൂമ് ഇമാമിനോട് തുടരുന്നു എന്ന് കരുതണം. എങ്കിലേ ആ ജമാഅത്ത് സ്വഹിയാവുള്ളൂ. അപ്പോഴേ നമസ്കാരം ജമാഅത്തായിട്ടുള്ള നമസ്കാരം ശരിയാവുള്ളൂ. വയന്തബുൽ ഇമാമി, ഇമാമിന് സുന്നത്താണ് നിയ്യത്തുൽ ഇമാമത്തി, ഇമാമത്തിനെ കരുതൽ. എന്നാൽ ജുമാ നിസ്കാരത്തിൽ ഇമാമത്തിനെ കരുതൽ നിർബന്ധവുമാണ്. ബാക്കിയുള്ളതിലൊക്കെ സുന്നത്ത്. വയജിബു, നിർബന്ധമാണ് ലിൽ മഅ്മൂമി, മഅ്മൂമിന് അല്ലാ യതഖദ്ദമ അലൽ ഇമാമി ബിഅഖിബിൻ, മടമ്പുംകാല് കൊണ്ട് ഇമാമിനേക്കാൾ മുന്താതിരിക്കൽ നിർബന്ധമാണ്. വയുസന്നു, സുന്നത്താണ് യഖിഫ ഫി സഫിൽ അവ്വൽ, ഒന്നാം സഫ് തന്നെ നിൽക്കലാണ് സുന്നത്ത്. അതന്നെ ഫി യമീനൽ ഇമാം, ഇമാമിന്റെ വലതു ഭാഗത്ത് നിൽക്കല്. അവിടെ സ്ഥലം ഉണ്ടെങ്കിലാട്ടോ. അത് ഇതിങ്ങനെ ഒരു ഒന്നാം സ്ഥാനം വരുന്നതായി പറഞ്ഞത്. സ്ഥാനത്ത് ഒന്നായിട്ട് ആളുകൾ വലതുഭാഗത്ത് തന്നെ നിൽക്കാൻ പറ്റില്ല. വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ടാണ് നിൽക്കേണ്ടത്. അതിലെ ശ്രേഷ്ഠത പറഞ്ഞ രൂപമാണ്. ഏതായാലും കറാഹത്തുള്ളത് ഇപ്പം എന്താണ്? യുക്റഹുൽ ഇൻഫിറാദു അനിൽ സഫി, സഫിൽ നിന്ന് മാറി ഒറ്റക്ക് നിൽക്കല്. സഫിൽ സ്ഥലം ഉണ്ടായിട്ട് സഫ് നിൽക്കാതെ ഒറ്റക്ക് നിൽക്കൽ കറാഹത്താണ്. ഇനി ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ് ഫി സ്വലാത്തിൽ ജുമാ. ഇനി ജുമാ നിസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. ജമാഅത്തിൽ ഇപ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറഞ്ഞോളൂ. ഒന്നായിട്ടുള്ള വിഷയം ഒന്നും പറയില്ല. ഫരീദ് പറഞ്ഞാൽ ഒരു തുടക്ക ഇതാണല്ലോ. ഇനി ഫസ്ലുൻ ഫി സ്വലാത്തിൽ ജുമാ, ഇനി ജുമാ നിസ്കാരത്തിൽ പറയുന്ന ഫസ്ല്. തജിബു, ജുമാ നിർബന്ധമാണ്. അലാ കുല്ലി മുക്കല്ലഫിൻ, എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആൾക്ക്. ഹുർറിൻ, സ്വതന്ത്രനായ. മുഖീമിൻ, നാട്ടിൽ താമസിക്കുന്ന. അപ്പൊ നാട്ടിൽ താമസിക്കുന്ന സ്വതന്ത്രനായ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പുരുഷന്മാർക്കാണ് ഈ ജുമാ നിർബന്ധമുള്ളത്. വ ഷർതു സിഹത്തിഹ, ജുമാ സ്വഹിയാവാനുള്ള ഷർത്ത് അൻ യൻവിയൽ ഇമാമു അൽ ഇമാമത്താണ്ടോ, ഇമാമ് ഇമാമത്തിനെ കരുതണം. വൽ മഅ്മൂമു, മഅ്മൂമ് കരുതണം. അൽ ഇഖ്തിദാമഹു, ഇമാമിനോട് കൂടെ തുടരലിനെ. ഇതെപ്പം കരുതണം? മുഖ്തരനിത്തം ബി തഹറുമി, തക്ബീറത്തുൽ ഇഹ്റാമിനോട് അനുസരിച്ച് തന്നെ കരുതണം. എന്നാലേ എന്താവുള്ളൂ, ശരിയാവും. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൂടെ തന്നെ ഈ കരുത്തൊക്കെ വേണം. പിന്നെ ജുമാ നടക്കണം, ജമാഅത്തായിട്ട് നടക്കണം. ബിഅർബഈന, 40 ആളുകളെ കൊണ്ട് ജമാഅത്തായിട്ട് നടന്നെങ്കിലേ ജുമാ സ്വഹിയാവുള്ളൂ. ബിഅർബഈന, അതിനെ 40 ആളെ കൊണ്ട് നടക്കണം. മിൻ അഹ്ലിൽ ജുമാന്റെ അഹലുകാരാവുന്ന, നേരത്തെ പറഞ്ഞ 40 ആള്. അഫീ വക്തി ളുഹരി, ളുഹറിന്റെ സമയത്ത് നടക്കുകയും വേണം. അഖീബ ഖുതുബത്തൈനി, 2 ഖുതുബക്ക് ഉടനെയായിരിക്കണം നടക്കേണ്ടത്. 2 ഖുതുബന്റെ ഉടനെയാണ് ജുമാ നടക്കേണ്ടത്. 2 ഖുതുബയും നിർബന്ധമാണ്. വാർക്കാനുഹ, ഖുതുബന്റെ റുക്നുകൾ, ഫർളുകൾ എന്തൊക്കെയാണ്? ഖുതുബയിൽ എന്തൊക്കെ വേണം? അത് ഹംസത്തിന് 5 കാര്യമാണ് വേണ്ടത്. അൽ അവ്വലു, 1 ഹംദുല്ലാ, അള്ളാഹനെ സ്തുതിക്കണം. വസ്സാനി, രണ്ടാമത്തത് അസ്സലാത്തു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇദ്ഹാർ, പരസ്യമായി നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലണം. മനസ്സ് ചൊല്ലിയാ പോരാ കേട്ടോ, പരസ്യമായി തന്നെ ചെല്ലണം. വസ്സാലിസു, മൂന്നാമത്തെ അൽ വസിയത്തു ബി തഖ്വ, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണം. അത് പരസ്യമായി ചെല്ലണം എന്നിപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ഹംദുല്ലാനോട് പറഞ്ഞിട്ട് ഹംദുല്ല കുറച്ചൊന്ന് പതുക്കാരും കുഴപ്പമില്ല എന്നുണ്ട്. മറ്റേണ്ട് പരസ്യമാണ്. സ്വലാത്ത് നല്ല ഉഷാറാണ്. അപ്പൊ മൂന്നാമത്തെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക. റാബിയു, നാലാമത്തെ ഖിറാഅത്തു ആയത്തിൻ വിഹിദാഹുമ, രണ്ടാമത്തെ ഖുതുബയിൽ ഒരു ആയത്ത് ഓതുക, ഖുർആനിലെ ഒരു ആയത്ത്. അൽ ഖാമിസു, അഞ്ചാമത്തെ അദ്ദുആഉൽ മഅ്മൂമീന, മഅ്മൂമീങ്ങൾക്ക് ദ്വാരക്കലം. അദ്ദുആഉൽ മുഅ്മിനീന ഫിസാനിയ, രണ്ടാം ഖുതുബയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
ഇനി ഖുതുബന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്? ഖുതുബ സഹിയാവണമെങ്കിൽ എന്ത് വേണം? ഇസ്മാഉ അർബഈന മിൻ അഹ്ലിൽ ജുമുഅ, ജുമുഅന്റെ അഹ്ലുകാരായ അർഹരായ 40 ആളെ കേൾപ്പിക്കണം. ഖൗലുഹാ ബിൽ അറബിയ്യ, അറബി ഭാഷയിലായിരിക്കണം ഓതേണ്ടത്. വൽ ജുലൂസു ബൈനഹുമാ, രണ്ട് ഖുതുബക്കിടയിൽ ഒന്ന് ഇരിക്കുകയും വേണം. ഇത് ഷർത്താണ്. ഇനി പറഞ്ഞത് വസ്ലുൻ, ഇതൊരു ഫസ്ലാണ് ബി സ്വലാത്തിൻ നഫ്ലി, സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ് ഇനി പറഞ്ഞത്. സുന്നത്ത് നിസ്കാരം, പ്രധാനപ്പെട്ട സുന്നത്ത് മാത്രം പറയാം. യുസന്നു, സുന്നത്താണ്, റക്കായത്താനി, 2 റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഖബല സുബൈ, സുബഹിന്റെ മുമ്പ്. അർബഉൻ ഖബല ളുഹരി, ളുഹറിന്റെ മുമ്പ് ഒരു 4 റക്കായത്ത് സുന്നത്ത് നിസ്കാരം. അർബഉൻ ബഅദഹു, ശേഷം ഒരു 4 റക്കായത്ത്. അർബഉൻ ഖബല അസ്രി, അസറിന്റെ മുമ്പ് ഒരു 4 റക്കായത്ത്. ഇത് മൊത്തം മോക്കത് വൈറ മോക്കത കൂട്ടിയാണ് ഈ പറഞ്ഞത് കേട്ടോ. മൊത്തത്തില് റക്കായത്താനി ബഅദൽ മഗ്രിബി വൽ ഇശാ, ഇശാന്റെയും മഗ്രിബിന്റെയും ശേഷം 2 റക്കായത്ത് സുന്നത്ത്. ഖബലഹുമാ, അതുപോലെ ഇശാന്റെയും മഗ്രിബിന്റെയും മുമ്പ് 2 റക്കായത്ത്. വൽ വിത്റു ബഅദഹ, അതിന്റെ ശേഷം വിത്റു നിസ്കരിക്കൽ സുന്നത്താണ്, ഇശാന്റെ ശേഷം. വഅഖല്ലുഹു, വിത്റിൽ ഏറ്റവും ചുരുങ്ങിയത് റക്കായത്ത് 100 റക്കായത്താണ്. അക്സറു, കൂടിയാൽ 11 റക്കായത്ത്, 11 റക്കായത്ത്. വസലാത്തുൽ ളുഹ, ളുഹ നിസ്കാരവും സുന്നത്താണ്. തറാവി, തറാവി നിസ്കാരവും, ലൈലൈനി, 2 പെരുന്നാൾ നിസ്കാരം, ഇതൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളാണ്. തഹിയ്യത്തു മസ്ജിദിൽ ദാഖിലിഹി, പള്ളിയിലേക്ക് കടന്ന ആൾക്ക് തഹിയ്യത്ത് നിസ്കാരവും സുന്നത്തുണ്ട്. ഇത്രയും സുന്നത്ത് നിസ്കാരങ്ങളും ചെറിയ രൂപത്തിൽ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ്. ഇനി ഒരു ചെറിയൊരു ഭാഗം എന്താ? വയുന്തബുൽ മുവാലബത്തു അലാ ഖിറാഅത്തി യാസീൻ, യാസീൻ സൂറത്ത് പതിവായി ഓതൽ, രാവിലെയോ പകലോ രാത്രിയോ ആയിട്ട് എന്നൊരു യാസീൻ ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ വലിഫ്ലാമിൻ സജദ, സജദ സൂറത്തും ഓതൽ പതിവാക്കൽ സുന്നത്താണ്. തബാറക്കല്ലദീ, തബാറക്ക സൂറത്തും ഓതൽ പതിവാക്കൽ സുന്നത്താണ്. ഈ 3 സൂറത്തും പതിവായി നമ്മൾ പാരായണം ചെയ്യൽ സുന്നത്താണ്. വാലാ ഖിറാഅത്തി ലൗ അൻസൽനാ ഹാദൽ ഖുർആന ഇലാ ആഖിരി സൂറ, ലൗ അൻസൽനാ മുതൽ ആ സൂറത്തിന്റെ അവസാനം വരെ, സൂറത്തുൽ ഹശ്റിലാണിത് ലൗ അൻസൽന മുതലുള്ള ആയത്തുകളുള്ളത്. ഈ ആയത്തുകൾ ഓതൽ സുന്നത്ത് ഉണ്ട്, പ്രത്യേകം പതിവാക്കൽ, എന്നും പതിവായി ഓതൽ സുന്നത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഉണ്ടോ? സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ 100 മറ, ഒരു 100 വട്ടങ്ങൾ ചൊല്ലിക്കോളി, സുബാഹൻ രാവിലെയോ മസാ വൈകുന്നു. ഇതൊരു സാധാരണക്കാരായ ആളുകൾ ഇത് ഇങ്ങനെ പതിവാക്കൽ, ഇതൊക്കെ ഇപ്പോൾ പതിവാക്കി കൊണ്ടെടുക്കുക, ഇത് പതിവായിട്ട് ചെയ്യൽ, ഇത്തരം കാര്യങ്ങൾ പതിവാക്കലും സുന്നത്തുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് മയ്യത്ത് നിസ്കാരവും കൂടി പറഞ്ഞുകൊണ്ട് ഈ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഫസ്ലുൻ ഫി സ്വലാത്തിൽ മയ്യത്ത്, മയ്യത്ത് നിസ്കാരത്തിൽ പറയുന്ന ഫസ്ലാണ് കേട്ടോ.